പുലാമന്തോൾ വൈദ്യ കുടുംബത്തിലെ പുതുതലമുറയിൽപ്പെട്ട ആര്യൻ നാരായണൻ മോശമായി അല്പനേരം. അഷ്ടവൈദ്യൻ പുലാമന്തോൾ മൂസ് എന്ന് പറഞ്ഞിട്ട് അഷ്ടവൈദ്യന്മാരിൽ പണ്ട് 18 കുടുംബങ്ങളായിരുന്നു. ആയുർവേദത്തിന് കുറച്ചും കൂടി ഗ്ലോബൽ റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണങ്ങൾ കൊണ്ടുമാണ് ചിലപ്പോൾ ആയുർവേദം നിലനിന്നിട്ടുണ്ടാവുക. നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നുള്ള ആൾക്കാർ നമ്മളെ തേടി പിടിച്ച് വരുന്നതല്ല, നമുക്ക് ഗ്ലോബലി ഉള്ള ആൾക്കാർ നമ്മളെ തേടി പിടിച്ചെത്തുന്നതാണ്. ആയുർവേദ വിദ്യാഭ്യാസം രൂപപ്പെടുത്തുന്നതിൽ അതിൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ എക്സാമിനേഷൻ കൺട്രോളർ പുലാമന്തോൾ ശങ്കരൻ മൂസ് തന്നെയായിരുന്നു. അന്നൊക്കെ പാനൽ ഡിസ്കഷൻസ് എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് എന്തൊക്കെ പറഞ്ഞാലും കേരളീയ ആയുർവേദ സമാജം തന്നെയായിരുന്നു. എണ്ണ തേച്ച് ഒരു ശാസ്ത്രയോഗം ഒരു ഭാഗത്തുനിന്ന് തുടങ്ങും. എണ്ണ തേച്ച് കുളിയും ജപവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ശാസ്ത്രയോഗം ചൊല്ലി തീർന്നിട്ടുണ്ടാവും എന്നുള്ള രീതിയിലുള്ള പഠനം നടന്നിരുന്ന സ്ഥലമാണ്. ബുദ്ധമതത്തിൻ്റെ സ്വാധീനം ഒരുപാട് ഇതിൽ വന്ന് ഭവിച്ചിട്ടുണ്ട്. യാഗശാല വൈദ്യന്മാർ ഒരിക്കലും ഒരു രോഗിയെ തൊട്ടുപോലും നോക്കാതെ പരീക്ഷിക്കുന്ന രീതിയിലാണ്. രോഗത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചാണ് പത്യം. ഇനിയും പ്രഗത്ഭരുണ്ടാവും. ആ ജീൻ നിലനിർത്താനുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ജോലി. അത് എത്ര നന്നായിട്ട് മൂർച്ച കൂട്ടി അടുത്തൊരു ജനറേഷന് കൊടുക്കാൻ പറ്റും അത് കൊടുക്കുക.